എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 NCERT മാത്സിലെ ചാപ്റ്റർ 1 സെറ്റ്സ് ആണ്. ആദ്യത്തെ എക്സസൈസ് 1.1 നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. സോ ലെറ്റ്സ് ഡിസ്കസ് 1.2 ടുഡേ. അപ്പോൾ 1.2 എക്സസൈസിലേക്ക് കിടക്കുന്നതിന് മുന്നേ കുറച്ച് ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന കുറച്ച് സാധനങ്ങൾ കാണാം. ഓക്കെ, an empty basket, an empty glass and an empty purse. ഓക്കെ, ഈ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ബാസ്ക്കറ്റ് എംറ്റി ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന വേറെ വാക്കാണ് വോയിഡ്. ഓക്കെ, ഇറ്റ്സ് എ വോയിഡ് ബാസ്ക്കറ്റ്, അല്ലെങ്കിൽ ദർ ഈസ് നത്തിങ് ഇൻ ദാറ്റ് ബാസ്ക്കറ്റ്. ഓക്കെ, അങ്ങനെയും നമുക്ക് പറയാം. ഇതുപോലെ തന്നെ ഇറ്റ് ഈസ് എ എംറ്റി പേഴ്സ്. ഓക്കെ, ആ പേഴ്സിൽ ഒന്നും തന്നെ കാണാനില്ല, അതുകൊണ്ട് ഇറ്റ് ഈസ് ആൻ എംറ്റി പേഴ്സ്. സിമിലർലി there exists an empty glass also. ഓക്കെ, അവിടെ ഒരു ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസ്സിലെ വെള്ളമോ ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് തന്നെ the glass is also empty. പക്ഷേ ഇതുപോലെ തന്നെയുള്ള കുറച്ച് പിക്ചേഴ്സ് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണാം. അവർക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ അത് ആക്ച്വലി ഒരു ഫ്ലവർ വേസ് ആണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഫ്ലവേഴ്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് മാത്രം നമുക്ക് ആ ഒരു ഫ്ലവർ വേസ് എംറ്റി ആണെന്ന് പറയാൻ സാധിക്കുമോ? ദ ഫ്ലവർ വേസ് ഡസ് നോട്ട് ഹാവ് എനി ഫ്ലവേഴ്സ് ഈസിൻറ്റ് ഇറ്റ്. നമുക്കതിലാകെ ഒരു ചെടി മാത്രമാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റെം, ഒരു തണ്ട് ഉണ്ട് അതിൽ, പക്ഷെ അതിലെല്ലാം തന്നെ ഇലകളാണ്, പൂക്കളില്ല. സോ നമുക്ക് ആ ഒരു ഫ്ലവർ വേസ് എംറ്റി ഫ്ലവർ വേസ് ആണെന്ന് പറയാൻ സാധിക്കും. അതിൽ പൂക്കളില്ല എന്നത് വാസ്തവം തന്നെ, ബട്ട് ഈസ് ഇറ്റ് എംറ്റി? നോ, isn't it? അതൊരു എംറ്റി ഫ്ലവർ വേസ് അല്ല, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ഫ്ലവേഴ്സ്. ഓക്കെ, സിമിലർലി അവിടെ ഒരു ഗ്ലാസ് കാണാം നമുക്ക്. ആ ഗ്ലാസ്സിൽ ആക്ച്വലി ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സാധാരണ ഗ്ലാസ് നമ്മൾ എന്തെങ്കിലും കുടിക്കാനാണ് ഉപയോഗിക്കുക അല്ലേ? അപ്പോൾ അതിൽ വെള്ളമോ ജ്യൂസോ ടീ ഡ്രിങ്ക്സ് അങ്ങനത്തെ ഒന്നും തന്നെ അതിലില്ല, പക്ഷേ നമുക്ക് ആ ഒരു ഗ്ലാസ് എംറ്റി ആണെന്ന്. ഓക്കെ, ഈ ഒരു ഗ്ലാസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഗ്ലാസ് എംറ്റി ആണ്, ബട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ഒരു ഗ്ലാസ് എംറ്റി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? കാരണം അതിൽ 1 2 3 4 ദർ എക്സിസ്റ്റ് 4 ആൻഡ്സ് ഇൻ ദാറ്റ് ഗ്ലാസ്, ഇസ്ൻറ്റ് ഇറ്റ്? അതിലൊരു 4 ഉറുമ്പുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമുക്ക് ആവശ്യമുള്ള സാധനം തന്നെ ഒരു സെറ്റിൽ വരണമെന്നില്ല, അത് എംറ്റി അല്ലാതിരിക്കാൻ. ഓക്കെ, ഒന്നുമില്ല, ശൂന്യമാണെങ്കിൽ മാത്രമേ. ഓക്കെ, ഈ ഗ്ലാസ് പോലെ അല്ലെങ്കിൽ ഈ പേഴ്സ് പോലെ അല്ലെങ്കിൽ ഈ ബാസ്ക്കറ്റ് പോലെയാണ് ഇരിക്കുന്നതെങ്കിൽ മാത്രമേ നമുക്കൊരു സാധനത്തിന് എംറ്റി എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇഫ് അറ്റ്ലീസ്റ്റ് വൺ. ഓക്കെ, ചിലപ്പോൾ അവിടുത്തെ പർപ്പസുമായി യോജിക്കുന്ന ഒരു സാധനം ആവണമെന്നില്ല. ഓക്കെ, പക്ഷേ എങ്കിലും അതിലൊരു സാധനം ഉണ്ടെങ്കിൽ, അതിലൊരു വസ്തു ഉണ്ടെങ്കിൽ നമുക്കതിനെ എംറ്റി എന്ന് വിളിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, സിമിലർലി ദർ എക്സിസ്റ്റ് എ ഗ്ലാസ്. ഓക്കെ, ഒരു ഗ്ലാസ് ഉണ്ട്, അതിൽ LEDs ആണ്. ഓക്കെ, അത് ഇങ്ങനെ ഡെക്കറേഷൻസിനൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ്. പക്ഷേ നമുക്ക് ഗ്ലാസിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് വെള്ളം കുടിക്കലാണ്, പക്ഷെ അതിലൊരു വാട്ടർ ഇല്ല. ഓക്കെ, വാട്ടർ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദ ഗ്ലാസ്. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് ആ ഒരു ഗ്ലാസ് എംറ്റി ഗ്ലാസ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ദർ എക്സിസ്റ്റ് LED ഇൻ ദാറ്റ് ഗ്ലാസ്. ഓക്കെ, സോ ഇഫ് അറ്റ്ലീസ്റ്റ് വൺ ഒക്കേഴ്സ്. ഓക്കെ, ചിലപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള സാധനം ആവണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അത്ര വിലയുള്ള മീൻസ് ഉണ്ട് എന്ന് പറയാൻ മാത്രം ഉള്ളൊരു വസ്തു ആവണമെന്നില്ല, എങ്കിൽ പോലും ഇഫ് ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ ഒബ്ജക്റ്റ് ദെൻ ഇറ്റ് ഡസ് നോട്ട് ബിക്കം എംറ്റി. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിൽ അറ്റ്ലീസ്റ്റ് വൺ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ നമുക്കതിനെ എംറ്റി എന്ന് വിളിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ കുറേ ഫ്രൂട്ട്സ് ഇട്ടപ്പോൾ ഒരു ഫ്രൂട്ടിൻ്റെ ഇലയാണ് വീണെന്ന് വിചാരിക്കുക, അറ്റ്ലീസ്റ്റ് ഒരു ലീഫ് അതിലുണ്ടെങ്കിൽ ദാറ്റ് ബാസ്ക്കറ്റ് ഈസ് നോട്ട് എംറ്റി. ഓക്കെ, സിമിലർലി ഇഫ് എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ നമുക്കതിനെ എംറ്റി എന്ന് വിളിക്കാനായിട്ട് സാധിക്കില്ല. ഇത് തന്നെയാണ് സെറ്റിൻ്റെ കേസിലാണെങ്കിലും വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു സെറ്റിൽ ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ സെറ്റിനെ എംറ്റി സെറ്റ് എന്ന് പറയുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമ്മൾ ചിലപ്പോൾ ഒരു 0 ആയിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ ഒരു 0 ആവും ഉണ്ടാവുക, പക്ഷെ എങ്കിൽ പോലും നമുക്ക് ആ സെറ്റിനെ എംറ്റി എന്ന് വിളിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ചിലപ്പോൾ ചില സെറ്റുകളുടെ ആൻസറായിട്ട് ആകെ 0 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് 0 ആ സെറ്റിൽ വരുമ്പോൾ നമ്മൾ ഒന്നുമില്ല എന്നാണല്ലോ അർത്ഥം, അതുകൊണ്ട് ചിലപ്പോൾ എംറ്റി എന്ന് പറയും. ഓക്കെ, അങ്ങനെ കുറേ കുട്ടികളുടെ മാർക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ വഴി പറഞ്ഞത്. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ആ സെറ്റിനെ എംറ്റി സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് വിളിക്കുക.
വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ നൾ സെറ്റ് എന്നും വിളിക്കും. ഇഫ് ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ ഒബ്ജക്റ്റ് സിമിലർലി ലൈക്ക് 0. ഓക്കെ, 0 പലപ്പോഴും എല്ലാവരും തെറ്റിക്കാറുള്ളത്. -1, 1, 2, 3, 4 അങ്ങനത്തെ നമ്പേഴ്സൊന്നും ആരും തെറ്റിക്കാറില്ല, കാരണം അതിനൊക്കെ നമ്മളൊരു വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. പക്ഷെ 0 വരുമ്പോഴാണ് എല്ലാവർക്കും ഒരു പ്രശ്നം കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇഫ് ദർ എക്സിസ്റ്റ് എ 0 ദെൻ ഇറ്റ് ഡസ് നോട്ട് ബിക്കം ആൻ എംപ്റ്റി സെറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു എംപ്റ്റി സെറ്റ്. ഓക്കെ, നമുക്ക് ഇവിടെ 2 കേളി ബ്രാക്കറ്റ് മാത്രം ഇട്ടിട്ടാണ് നമ്മളൊരു എംപ്റ്റി സെറ്റിനെ ഡിനോട്ട് ചെയ്യുക. ഇതിന് പറയുന്ന വേറെ 2 പേരുകളുണ്ട്, നൾ സെറ്റ് ആസ് വെൽ ആസ് വോയിഡ് സെറ്റ്. വോയിഡ് സെറ്റ് എന്നുള്ള വാക്ക് നമ്മൾ അധികം ഉപയോഗിക്കാറില്ല, പക്ഷേ എംപ്റ്റി സെറ്റ് അതുപോലെ തന്നെ നൾ സെറ്റ് ഇത് രണ്ടും നമ്മൾ മാറി മാറി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഓക്കെ, ഇപ്പോൾ ഒരു സെറ്റിൽ ഒന്നും തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ എംപ്റ്റി സെറ്റ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കുള്ളൂ. നൗ ലെറ്റ്സ് ഗോ ഓൺ ടു എക്സസൈസ്. ഇത് എക്സസൈസ് 1.2 ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് നൾ സെറ്റ്? താഴെ ഒരു 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് നൾ സെറ്റ് ആവാനായിട്ട് സാധ്യത? അങ്ങനെ പറഞ്ഞാൽ എംപ്റ്റി സെറ്റ് ആവാനായിട്ട് സാധ്യത. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. ഓക്കെ, ഓഡ് നമ്പേഴ്സ് ആയിരിക്കണം, എന്നാൽ 2 കൊണ്ട് ഡിവിസിബിളും ആയിരിക്കണം. ഓക്കെ, ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാ വരാം? 1, 3, 5, 7, 9 ആൻഡ് സോ ഓൺ അല്ലേ. അവർ ആരും തന്നെ 2ൽ ഡിവിസിബിൾ അല്ല, അതുകൊണ്ട് തന്നെ ഒരു എലമെൻറ്റ് പോലും ആ സെറ്റിൽ ഉണ്ടാവില്ല. സോ ഇറ്റ് ഈസ് എ നൾ സെറ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് എ നൾ സെറ്റ്. ദെൻ സെറ്റ് ഓഫ് ഓൾ ഈവൺ പ്രൈം നമ്പേഴ്സ്, ഏതെങ്കിലും ഈവൺ പ്രൈം നമ്പേഴ്സ് അറിയുമോ എന്നുള്ളത്. ഓക്കെ, സോ 2 ഈസ് ദ ഓൺലി പ്രൈം നമ്പർ, ഈവൺ പ്രൈം നമ്പർ. ഓക്കെ, ബാക്കി എല്ലാ പ്രൈം നമ്പേഴ്സും തന്നെ ഓഡ് നമ്പേഴ്സാണ്. ആകെ 2 മാത്രമാണ് പ്രൈം നമ്പർ, ഈവൺ ആയിട്ടുള്ള ഒരു പ്രൈം നമ്പർ ഉള്ളത്. സോ ദർ എക്സിസ്റ്റ് 1 എലമെൻറ്റ് ഇസിൻ്റെ ദ ആൻസർ ഈസ് സെറ്റ് 2, ദെൻ ഇറ്റ് ഡസ് നോട്ട് ബിക്കംസ് എ നൾ സെറ്റ്. ഓക്കെ, ദെൻ ദ തേർഡ് വൺ ഈസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. അപ്പോൾ അതൊരു റോസ്റ്റർ ഫോമിൽ ഇത് ആണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ 2 റോസ്റ്റർ ഫോം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് സെറ്റ് നൊട്ടേഷൻസ് ഇല്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് ജസ്റ്റ് എ സെൻറ്റൻസ്, ബട്ട് ദ തേർഡ് ആൻഡ് ഫോർത്ത് വൺ ആർ റിട്ടൺ ഇൻ സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, അപ്പോൾ ഇതിലെ തേർഡ് ആൻഡ് ഫോർത്ത് വൺ സെറ്റ് ബിൽഡർ ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. അതെങ്ങനെ നമുക്ക് മനസ്സിലായി? അത് എൻക്ലോസ് ചെയ്തിട്ടുള്ളത് 2 കേളി ബ്രാക്കറ്റ്സ് വെച്ചിട്ടാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. ഓക്കെ, സോ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. അപ്പോൾ നാച്ചുറൽ നമ്പർ ആണ്. സോ 1, 2, 3, 4, 5 അങ്ങനത്തെ നമ്പേഴ്സാണ് വരാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, എക്സ് ഒരേ സമയം ലെസ് ദാൻ 5ഉം എന്നാൽ ഗ്രേറ്റർ ദാൻ 7ഉം ആവണം. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് എ നമ്പർ ലൈൻ. എക്സ് ഒരേ സമയം ലെസ് ദാൻ 5 ആയിരിക്കണം. എക്സ് ലെസ് ദാൻ 5 എന്ന് പറയുമ്പോൾ എന്താ? ഇതാണ് ഒരു നമ്പർ ലൈൻ വരുന്നത്. ആ നമ്പർ ലൈനിൽ ലെസ് ദാൻ 5 എന്ന് പറയുമ്പോൾ 5ൽ നിന്നും റൈറ്റിലേക്കുള്ള കാര്യങ്ങളാണ് വരുന്നത്, ഇസ്ൻ്റ് ഇറ്റ്? അപ്പോൾ 4, 3, 2, 1, 0 അവയൊക്കെയാണ് ലെസ് ദാൻ 5 വരുന്നത്. At the same time, it should be greater than 7 too. Okay, so 7, 8, 9, 10 അങ്ങനെയുള്ളവരും ആയിരിക്കണം. പക്ഷെ അങ്ങനെ ഒരു നമ്പർ ഇല്ലല്ലോ. ഈ ബ്രാക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടും അതേസമയം ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല. സോ അങ്ങനെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ദ തേർഡ് വൺ ഈസ് എ നൾ സെറ്റ്. ആൻഡ് ലെറ്റ് us look at the fourth question. Set of all y such that y is a point common to any 2 parallel lines. ഓക്കെ, y എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് ആയിരിക്കണം, പക്ഷെ ആ പോയിൻ്റ് എങ്ങനെയുള്ളതായിരിക്കണം? കോമൺ ആയിരിക്കണം. സോ അറ്റ്ലീസ്റ്റ് 2 ലൈൻസ് അവിടെ വേണം. എനി 2 പാരലൽ ലൈൻസ്, ഏതെങ്കിലും 2 പാരലൽ ലൈൻസിനുള്ള ഒരു കോമൺ പോയിൻ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്ന ലൈൻസിനെയാണ് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയുക. പാരലൽ ലൈൻസിൻ്റെ പ്രത്യേകത എന്താ? അവരെല്ലാവിടെയും ഈക്വി ഡിസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ലൈൻ കഴിയുന്നത് വരെ എല്ലാവിടെയും 2 സെൻറ്റിമീറ്റേഴ്സ് തന്നെ ആയിരിക്കും. ഓക്കെ, മാത്രമല്ല പാരലൽ ലൈൻസിൻ്റെ ഒരു പ്രത്യേകതയാണ് ദേ നെവർ ഇൻ്റർസെക്റ്റ്. ഓക്കെ, പാരലൽ ആണെങ്കിൽ അവർ ഇൻഫിനിറ്റി വരെ ഇൻ്റർസെക്റ്റ് ചെയ്യാതെ പോകും. ഓക്കെ, ഇഫ് എനി 2 ലൈൻസ് ഇൻ്റർസെക്റ്റ് ദെൻ ദേ ആർ നോട്ട് പാരലൽ. ഓക്കെ, ഏതെങ്കിലും 2 ലൈൻസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവർ പാരലൽ അല്ല. സോ എല്ലാവിടെയും തന്നെ ഈക്വി ഡിസ്റ്റൻ്റ് ആയി പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ഉണ്ടാവില്ല. സോ ഫോർത്ത് വൺ, സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് വൈ ഈസ് എ പോയിന്റ് കോമൺ ടു എനി 2 പാരലൽ ലൈൻസ് ഈസ് ഓൾസോ എ നൾ സെറ്റ്. ഓക്കെ, ഇതിൽ നൾ സെറ്റ് അല്ലാത്തൊരു സെറ്റ് വരുന്നത് ആകെ നമ്മുടെ സെക്കൻഡ് വൺ ആണ്. സെറ്റ് ഓഫ് ഓൾ ഈവൺ പ്രൈം നമ്പേഴ്സ്, അത് മാത്രമാണ് നൾ സെറ്റ് അല്ലാത്തതുള്ളത്. ബാക്കി 1, 3 and 4 ആർ എക്സാമ്പിൾസ് ഓഫ് നൾ സെറ്റ്. ഓക്കെ,
എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് അഥവാ വോയിഡ് സെറ്റ് ഇവരെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഇതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന രണ്ട് സിമ്പിൾസ് ഉണ്ട്. അതിലൊരെണ്ണമാണ് ഈ കേളി ബ്രാക്കറ്റ്സ്. രണ്ട് കേളി ബ്രാക്കറ്റ്സ് മാത്രം ഇടാം, കാരണം അതിൻ്റെ ഉള്ളിൽ എഴുതാനായിട്ടൊന്നും ഇല്ലല്ലോ. വേറെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിളാണ് ഫൈ. ഓക്കെ, ഇതിലെ ഫസ്റ്റ് ഫൈ ഞാനതിവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ ദ ഫസ്റ്റ് വൺ. ഓക്കെ, ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ഫൈ. ഇത് ഗ്രീക്ക് ആൽഫബറ്റ് ലെറ്റേഴ്സ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ ഗ്രീക്കിലെ ആൽഫബറ്റ്സ് ആണ്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയമുള്ളത് ഏതൊക്കെയായിരിക്കും? തീറ്റ അറിയാനായിട്ട് വഴിയുണ്ട്. സ്മോൾ ലെറ്റർ തീറ്റ ഫിസിക്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കാരണം 10th നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫിസിക്സിൽ തീറ്റ വരുന്നുണ്ട്. ദെൻ പൈ അറിയാം. പൈയിൽ നമ്മൾ സ്മോൾ ലെറ്റർ പൈ ആണ് ഉപയോഗിക്കാറ്. ഓക്കെ, സോ പൈ അറിയാൻ വഴിയുണ്ട്. ദെൻ ഇതറിയായിരിക്കും, ഇതിനെ ഒമേഗ എന്നാണ്, ബട്ട് ക്യാപിറ്റൽ വണ്ണിന് നമ്മളിടയ്ക്ക് ഓം എന്നും വിളിക്കാറുണ്ട്. ഫിസിക്സിൽ ഓം പഠിച്ചിട്ടുണ്ടാവും. റെസിസ്റ്റൻസ് ഒക്കെ വരുന്ന ഭാഗത്ത് റെസിസ്റ്റൻസ്, കറൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ഫിസിക്സിൽ വരുന്ന ഭാഗത്ത് നമ്മൾ ഓം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് മൂന്നാണ് ഇപ്പം അറിയാനായിട്ട് സാധ്യത. ഇനി ഈ വർഷം പുതിയതായിട്ട് ഇപ്പോൾ പഠിച്ചൊരു എലമെൻ്റ് ആയിരിക്കും ഈ പറയുന്ന ഫൈ. ഓക്കെ, ഫൈ ആണ് ഇന്ന് ആദ്യമായിട്ട് പഠിച്ചൊരു നമ്പർ. പക്ഷേ ഇപ്പോൾ +1 തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ചാപ്റ്റർ 1 അല്ലേ ആയിട്ടുള്ളൂ. +2 ലാസ്റ്റ്. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ +2ൻ്റെ ഏറ്റവും ലാസ്റ്റ് പാഠം, എല്ലാത്തിലും ലാസ്റ്റ് പാഠം കഴിയുമ്പോഴേക്കും ഇതിൽ ആൽഫ മുതൽ ആൽഫ ടു ഒമേഗ വരെയുള്ള എല്ലാവരും നമ്മൾ കാണും. ഓക്കെ, ഇതിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഈ സൈയിലെ ഈ ആളില്ലേ, കൈ എന്നാണ് നമ്മൾ ഇതിനെ വായിക്കുക. ഓക്കെ, സോറി, അത് സൈ എന്നാണ് വായിക്കുക. കൈ വേറെ ആളാണ്, ഇതാണ് കൈ. ഓക്കെ, അപ്പോൾ ഈ ഒരാൾ അതുപോലെ ചെറിയ ചില വ്യത്യാസങ്ങളേ ഉള്ളൂ. ഓക്കെ, ബാക്കി എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും തന്നെ നമ്മൾ ഉപയോഗിക്കും. ഈ സീറ്റ, എപ്സിലോൺ, സീറ്റ, എപ്സിലോൺ, ഡെൽറ്റ, അങ്ങനെ എല്ലാവരും വരും. ഓക്കെ, ലാംഡ അറിയാനായിട്ട് വഴിയുണ്ട്. ലാംഡ നമ്മൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10th നമ്മൾ കാണുന്നുണ്ട് ലാംഡ. എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഫിസിക്സിൽ തന്നെയാണ്, കാരണം മാത്സിൽ ടേംസ് ഒന്നും കണ്ടു തുടങ്ങിയിട്ടില്ല. ഇനി അങ്ങോട്ട് കാണും. ഇനി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിനെ ആദ്യം മുതൽ അവസാനം വരെ ഭരിക്കുന്നവർ ഇവരായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ആൽഫ മുതൽ ഒമേഗ വരെയുള്ള എല്ലാവരെയും നമ്മൾ കാണും. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇവരെല്ലാവരെയും നമ്മൾ കാണും. ഈ സിമ്പിൾസിൻ്റെ പേരുകൾ നമുക്ക് ആവശ്യം വരും, നമ്മൾ ഇടയ്ക്കൊക്കെ മറന്നു പോകും. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് അറിഞ്ഞിരുന്നോട്ടെ എന്ന് വെച്ച് ഞാൻ ഇതിൽ ആഡ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന വാക്ക് ഫൈ മാത്രമാണെങ്കിലും ഭാവിയിൽ നമ്മൾ ഇവരെല്ലാവരും പഠിക്കും. ഓക്കെ, എന്തായാലും എല്ലാവരുടെയും ഓൾമോസ്റ്റ് എല്ലാവരുടെയും തന്നെ സ്മോൾ ലെറ്റേഴ്സാണ് നമ്മൾ അധികം യൂസ് ചെയ്യുക. അപൂർവമായിട്ട് ഡിഗ്രി ലെവലിലൊക്കെ എത്തുമ്പോൾ എന്തായാലും ക്യാപിറ്റൽസും വരും. ഈ ഒരു +1 +2 കാലഘട്ടത്തിൽ അധികമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇവരിലെ സ്മോൾ ലെറ്റേഴ്സാണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഫൈ നമ്മളിപ്പോൾ ഇവിടെ ക്യാപിറ്റലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫൈ, ഇതിനെ ഫൈ എന്നാണ് വായിക്കാം. ഇപ്പം നൾ സെറ്റിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഈ ക്യാപിറ്റൽ ഫൈ എന്ന് പറഞ്ഞാൽ ഒരു 0 വരച്ചിട്ട് ഒരു വര വരയ്ക്കാം. ഓക്കെ, ക്യാപിറ്റൽ ഫൈ അഥവാ നമ്മുടെ എംപ്റ്റി സെറ്റിൻ്റെ നൊട്ടേഷൻ, ഇത് 2 കേളി ബ്രാക്കറ്റ്സ് ഇടുക, അതും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് രണ്ടും മാറി മാറി നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സെറ്റ് ഫൈ എന്നിട്ടെന്ന് വിചാരിക്കും. എന്ന് പറഞ്ഞാൽ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ ഫൈ എന്നിട്ടെന്ന് വിചാരിക്കും. അതും കുറച്ച് കുട്ടികൾ തെറ്റിക്കാറുണ്ട്. ദെൻ ഡസ് ഇറ്റ് ബിക്കംസ് ആൻ എംപ്റ്റി സെറ്റ്? നോ. ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇത്രയും ഇട്ടാൽ അത് എംപ്റ്റി സെറ്റായി, അല്ലെങ്കിൽ ഫൈ മാത്രം ഇട്ടാലും എംപ്റ്റി സെറ്റായി. ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഫൈ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡിനോട്ട്സ് ദി ഗ്രീക്ക് ആൽഫബറ്റ് ഫൈ. ഓക്കെ, സോ ദെൻ ഇറ്റ് ഡസ് നോട്ട് ബിക്കംസ് എ എംപ്റ്റി സെറ്റ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഫൈ മാത്രം അല്ലെങ്കിൽ കേളി ബ്രാക്കറ്റ് മാത്രം, ഇല്ല ഏതെങ്കിലും ഒന്നേ നമ്മൾ ഇടാൻ പാടുള്ളൂ. രണ്ടും കൂടി ഒരുമിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ മീനിങ് മാറും. ഓക്കെ, അതും കുറച്ച് കുട്ടികൾ, കുറച്ചല്ല, അത്യാവശ്യം നന്നായി തെറ്റ് വരുത്തുന്നൊക്കെ ഈ കാര്യങ്ങളാണ്. ഇത് രണ്ടെണ്ണം. സെറ്റ് 0 കാണുമ്പോൾ അത് എംപ്റ്റി സെറ്റ് എന്ന് എഴുതും, അതുപോലെ സെറ്റിൻ്റെ ഉള്ളിൽ ഫൈ എന്ന് എഴുതും. ഓക്കെ, അത് രണ്ടും തെറ്റാണ്. ഓക്കെ, ബ്രാക്കറ്റ് മാത്രം യൂസ് ചെയ്യുക അഥവാ ഫൈ മാത്രം യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടേമാണ് ഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, എന്താണ് ഒരു ഫൈനൈറ്റ് സെറ്റ്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ഫൈനൈറ്റ് സെറ്റാണ്. അങ്ങനെ പറഞ്ഞാൽ ഇതിനൊരു അവസാനമുണ്ട്. ആദ്യം മാത്രമല്ല, ഒരു അന്ത്യവുമുണ്ട്. ഓക്കെ, തുടക്കം മാത്രമല്ല, ഒരു ഒടുക്കവുമുണ്ട്. എങ്കിൽ നമ്മളതിനെ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. തുടങ്ങിയാൽ മാത്രമേ അതിനെ അവസാനിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലേ? സോ ഓൺലി നമുക്കതിൻ്റെ എൻ പോയിൻ്റ് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇഫ് ദ എൻ പോയിൻറ്റ് ഹാസ് എ ലിമിറ്റ് ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, അത് മുഴുവനായിട്ടും ശരിയല്ല ആക്ച്വലി. ഇപ്പോൾ
ബി എസ് സിക്കൊക്കെ പോകുമ്പോൾ ബി എസ് സി മാത്സിൽ വരുമ്പോൾ അതിന് എക്സെപ്ഷൻസ് ഉണ്ട്, കാരണം ലിമിറ്റ് ഉണ്ടെങ്കിൽ മാത്രം അത് ഫൈനൈറ്റ് സെറ്റ് ആവില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് അങ്ങനെ ഓർത്ത് വെച്ചാലും മതിയാവും. ഓക്കെ, ഒരവസാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണീട്ട് ഇവിടെ വെച്ച് ഇത് തീരുമെന്ന് പറയാനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ അതൊരു ഫൈനൈറ്റ് സെറ്റാണ്. ഇനി ഇതുപോലെ തന്നെ ഇത് ഇവിടെയൊന്നും തീരാൻ പോണില്ല, ഇതിൻ്റെ ഇനിയും കുറേ ഉണ്ട്, പക്ഷെ എത്ര വരെ ഉണ്ടെന്നത് വാസ്തവം തന്നെ, പക്ഷെ എത്ര വരെ എന്ന് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഇൻഫിനിറ്റ് സെറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, നമുക്കിനി എക്സാമ്പിൾസ് നോക്കാം. സെറ്റ് ഓഫ് ഓൾ ഫിഷസ് ഇൻ ആൻ അക്വേറിയം. ഓക്കെ, അക്വേറിയം തന്നെ വേണം കേട്ടോ, ഓഷ്യനായിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഓക്കെ, ഒരു അക്വേറിയത്തിൻ്റെ ഉള്ളിൽ എത്ര നമ്പർ ഓഫ് ഫിഷസ് ഉണ്ട്? ഓക്കെ, അക്വേറിയത്തിൻ്റെ ഉള്ളിൽ ഫിഷസിനെ നമുക്ക് എണ്ണിയെടുക്കാനായിട്ട് സാധിക്കും അല്ലേ, ഒരു 20 എണ്ണം. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ വേണമെങ്കിൽ ഒരു 15 ഉണ്ടാവുമായിരിക്കും. ഓക്കെ, ആ ഒരു അക്വേറിയം ആണെങ്കിൽ അതിലൊരു 15 ഉണ്ടാവും. അപ്പോൾ 15 എലമെൻറ്റ്സ് ആണ് ഉള്ളത് എന്ന് നമുക്കറിയാം. അത് 15 എന്ന നമ്പറിൽ ചെന്ന് അവസാനിക്കും. സോ ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. പക്ഷെ കടലിൽ ആകെ എത്ര മീനുണ്ടെന്ന് നമുക്ക് എണ്ണാനായിട്ട് സാധിക്കില്ല. സോ ഇറ്റ് ബിക്കംസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, നമുക്ക് എണ്ണിയെടുക്കാനായിട്ട് സാധിക്കണം, അല്ലെങ്കിൽ ഇത് 100 വരെ അല്ലെങ്കിൽ 100ൽ താഴെയാണ് നമ്പർ, 1000ൽ താഴെയാണ് നമ്പർ എന്ന് നമുക്ക് കൃത്യമായി പറയാനായിട്ട് സാധിക്കണം. പിന്നെ അതൊരു കാരണവശാലും 1000 വിട്ട് പോകാനും പാടില്ല. ഓക്കെ, അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുക. ഓക്കെ, ഇതിന് വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ ഫോണിൻ്റെ ഗ്യാലറി. ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും ഫോണിലെ ഗ്യാലറി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ടാവും നമ്മുടെ ഗ്യാലറിയിൽ എത്ര നമ്പർ ഓഫ് ഫോട്ടോസ് ഉണ്ട്, എത്ര വീഡിയോസ് ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഓരോന്നും സോർട്ട് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഓരോ ആൽബം എടുത്താലും അതിൽ എഴുതിയിട്ടുണ്ടാവും എത്ര നമ്പർ ഓഫ് ഫോട്ടോസ് അതിലുണ്ട്, എത്ര നമ്പർ ഓഫ് വീഡിയോസ് അതിലുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു എണ്ണം എന്ന് പറയുന്നത് അത് നമ്മൾ എത്ര അധികം ഫോട്ടോസ് എടുത്താൽ പോലും അതിനെല്ലാത്തിനും കൃത്യമായ എണ്ണമുണ്ട്, കൃത്യമായ കണക്കുണ്ട്. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ അത് ഒരു ഫൈനൈറ്റ് സെറ്റാണ് വരാം. അതുപോലെ തന്നെ നമ്പർ ഓഫ് ബുക്സ് ഇൻ എ ഷെൽഫ്. ഓക്കെ, നമ്മളാകെ ഉപയോഗിക്കുന്ന ബുക്ക് അല്ലെങ്കിൽ നമ്മൾ 1ാം ക്ലാസ് മുതൽ ഉപയോഗിച്ച ബുക്ക്, പക്ഷേ എങ്കിൽ പോലും അത് നമുക്ക് എണ്ണിയെടുക്കാനായിട്ട് സാധിക്കും അല്ലേ. ഇന്ന് നമ്മുടെ എല്ലാം ബുക്സ് കാണണമെന്നില്ല, പക്ഷേ എങ്കിൽ പോലും 1 കോടി 1 crore ബുക്സ് ഒന്നും നമ്മൾ എന്തായാലും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടില്ല അല്ലേ. അത് എണ്ണിയാൽ തീരാത്തത്ര ബുക്സുമല്ല, ചിലപ്പോൾ വലിയൊരു നമ്പർ ആവാം, എങ്കിൽ പോലും നമുക്ക് എണ്ണിയെടുക്കാനായിട്ട് സാധിക്കും. ഇസ്ന്റ് ഇറ്റ്? ഇപ്പോൾ നമ്മൾ ഈ വർഷം ഉപയോഗിക്കുന്ന ബുക്കാണെങ്കിലും എണ്ണത്തിലധികം ഉണ്ടാകാം, എങ്കിൽ പോലും ആ സെറ്റിന് ഒരു അവസാനമുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സെറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈനൈറ്റ് സെറ്റ്. ഇതൊരു വീട്ടിലെ ഗാർഡനാണ്, അതിനെ ലാസ്റ്റത്തിലേക്ക് വെച്ചതാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ആണെന്ന് വിചാരിച്ചു. ഇവിടെ നമ്പർ ഓഫ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് അല്ലേ. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ നോക്കുകയാണെങ്കിൽ കുറേ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിലൊരു സെറ്റാക്കി മാറ്റുകയാണെങ്കിൽ കുറേ എലമെൻറ്റ്സ് അതിൽ വരും അല്ലേ. വൈറ്റ് ഫ്ലവർ ഉണ്ട്, പർപ്പിൾ ഉണ്ട്, വയലറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, അങ്ങനെ പല കളേഴ്സ് ഉണ്ട്. എങ്കിൽ പോലും അപ്പോൾ എന്താണ്, നമ്മൾ ആ സെറ്റ് എഴുതുമ്പോൾ വലിയൊരു സെറ്റാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് എൻ എൻഡ്. ഓക്കെ, പക്ഷേ എങ്കിലും അതിനൊരു അവസാനമുണ്ട്. അപ്പോൾ നമ്മൾ ആ സെറ്റിനെ ഫൈനൈറ്റ് സെറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു സെറ്റ് എഴുതുമ്പോൾ ഇഫ് ഇറ്റ് ഹാസ് എൻ എൻഡ് അല്ലെങ്കിൽ ഇതിന് താഴെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് എ ഫൈനൈറ്റ് സെറ്റ്. ഇനി ഇല്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇൻഫൈനൈറ്റ് സെറ്റ്. അതിനൊരു എക്സാമ്പിളാണ് ഇതിലെ സെക്കൻഡ് പിക്ചർ. ഇത് ആദ്യം നോക്കാം, അതാണ് കുറച്ച് ഈസി. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, നമ്പർ ഓഫ് റെയിൻ ഡ്രോപ്സ് ഇൻ എ റെയിൻ. ഓക്കെ, ഒരു മഴ പെയ്തപ്പോൾ ആകെ എത്ര മഴത്തുള്ളി വീണു, അതിൻ്റെ എണ്ണം. ഈസ് ഇറ്റ് കൗണ്ടബിൾ? നമുക്കത് എണ്ണിയെടുക്കാനായിട്ട് പറ്റുമോ? 10, 11 അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എണ്ണാനായിട്ട് സാധിക്കില്ല, കാരണം ഒരു ഡ്രോപ്പിന് തന്നെ കുറച്ച് കഴിയുമ്പോൾ സ്പ്ലിറ്റായി 3 ഡ്രോപ്പ് ആവാം അല്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എണ്ണി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഡ്രോപ്പിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ടാവും. ചിലപ്പോൾ 2-3 തുള്ളി ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വീണ് വേണ്ട ലാസ്റ്റ് അത് വലിയൊരു തുള്ളിയായി മാറിയിട്ടുണ്ടാവും. അപ്പോഴും നമുക്കത് എണ്ണാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഒന്നുമില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? തുള്ളികളൊന്നും തന്നെ. ഒരു മഴ പെയ്തപ്പോൾ അവിടെ ഒരു റെയിൻ ഡ്രോപ്പ് പോലും വീണില്ല. നോ വാട്ടർ ഡ്രോപ്പ് എക്സിസ്റ്റ് അല്ലെങ്കിൽ നോ വാട്ടർ ഡ്രോപ്പ് ഹാഡ് ഫാളൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ അവിടെ മഴ പെയ്തിട്ടില്ല എന്നാണ് അർത്ഥം അല്ലേ. മഴ പെയ്തു എന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ റെയിൻ ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും ഒരു നൾ സെറ്റ് അല്ല. ഞാൻ പറഞ്ഞാൽ പെയ്തു എന്നുള്ളത് വാസ്തവമാണ്, എണ്ണത്തിലുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. റെയിൻ ഡ്രോപ്സ് ഉണ്ടെന്നത് സത്യം തന്നെ, പക്ഷെ നമുക്ക് എണ്ണിയത് തീരില്ല അല്ലേ. 100 റെയിൻ ഡ്രോപ്പാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് 2 റെയിൻ ഡ്രോപ്പ് ആ നേരത്ത് ഒരുമിച്ചാവും, എന്നിട്ട് അത് 99 മാറാം. പക്ഷേ നമുക്ക് 101 പറയാൻ പറ്റില്ല, കാരണം കുറച്ച് കഴിയുമ്പോൾ 2 റെയിൻ ഡ്രോപ്പ് സ്പ്ലിറ്റ് ആവാം അല്ലേ. അവിടുത്തെ ഹ്യൂമിഡിറ്റിയും പല കണ്ടീഷൻസ് അനുസരിച്ച് സ്പ്ലിറ്റ് ആവാം. അപ്പോൾ റെയിൻ ഡ്രോപ്പിൻ്റെ എണ്ണം കൂടും. സോ ഉണ്ട്, പക്ഷേ എണ്ണിയാൽ തീരില്ല. ദെൻ ഇറ്റ് ബിക്കംസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, അതുപോലെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ് ആകാശത്ത് നോക്കി നക്ഷത്രങ്ങൾ എണ്ണാന്നുള്ളത്. ഓക്കെ, എ സ്കൈ ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റാർസ് ആസ് വെൽ ആസ് മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ഗാലക്സീസ് ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ
പല ദിവസം പല എണ്ണത്തിലാണ് നമ്മൾക്ക് സ്റ്റാർസ് കാണാനായിട്ട് സാധിക്കുക. ഈവൻ നമ്മൾ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നക്ഷത്രങ്ങൾ എണ്ണാൻ സാധിക്കില്ല എന്നാണല്ലോ പറയുന്നത്. വൈ ഡസ് നോട്ട് ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ, അതറിയാനായിട്ട് ഞാനൊരു ദിവസം എണ്ണി നോക്കി. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 സ്റ്റാർസ് കണ്ടിട്ട് അവരെണ്ണുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കഴിയുമ്പോൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയൊരു മിന്നൽ കാണും. ഓക്കെ, സോ ഇറ്റ് ഓൾസോ ഡിനോട്ട് എ സ്റ്റാർ. അപ്പം നമ്മളത് എണ്ണും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത്രയും വലുപ്പത്തിലുള്ള കുറച്ചുകൂടി സ്റ്റാർസ് നമുക്ക് വിസിബിൾ ആവും. അപ്പോൾ നമ്മൾ അവരെ എണ്ണും. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇത്തിരി കൂടി സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാളും മൈന്യൂട്ടായിട്ടുള്ള സ്റ്റാർസും ഉണ്ട് സ്കൈയിൽ. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ തന്നെ പല രീതിയിൽ ട്വിങ്കിൾ ചെയ്യുന്ന സ്റ്റാർസ് നമുക്ക് കാണാം. നല്ല വലുപ്പത്തിൽ ട്വിങ്കിൾ ചെയ്യുന്നു, മൈന്യൂട്ടായിട്ട് ട്വിങ്കിൾ ചെയ്യുന്നു. ഇവരെല്ലാവരും പക്ഷേ സ്റ്റാർസാണ്. പക്ഷേ ഒട്ടും സ്റ്റാർ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, കാരണം ഇത്രയും സ്റ്റാർസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉണ്ട്, പക്ഷെ എണ്ണിയാൽ തീരില്ല. ഓക്കെ, സോ ഇറ്റ് ഡിനോട്ട്സ് എ ഇൻഫിനിറ്റ് സെറ്റ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ നമ്പർ ഓഫ് സാൻഡ് പാർട്ടിക്കിൾസ് ഇൻ എ സീഷോർ. നമുക്ക് ഒരിക്കലും എണ്ണാനായിട്ട് സാധിക്കില്ല. ഒരു കടൽ തീരത്ത് എത്രത്തോളം മണൽത്തരികൾ ഉണ്ടെന്ന് എണ്ണിയാൽ തീരില്ല, അല്ലേ? സോ ഇറ്റ് ഈസ് പക്ഷെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ല എന്ന് പറയണമെങ്കിൽ ഒന്നും തന്നെ പാടില്ല. പക്ഷെ ഇവിടെ ഉണ്ട് എന്നുള്ളത് വിസിബിൾ ആണ്. സോ അതുപോലെ തന്നെ നമ്പർ ഓഫ് ഫുട് പ്രിൻറ്റ്സ്. ഒരു കടൽ തീരത്ത് ഒരു ദിവസം ഉണ്ടാകുന്ന എല്ലാ ഫുട് പ്രിൻറ്റ്സും ഓക്കെ നമുക്ക് ഒരിക്കലും എണ്ണാനായിട്ട് സാധിക്കില്ല. കാരണം ഒരാളുടെ തന്നെ എത്രയോ ഫുട് പ്രിൻറ്റ്സ് വരും. മാത്രമല്ല അതിൻ്റെ ആ ഫുട് പ്രിൻറ്റ്സ് നമ്മൾ എണ്ണാമെന്ന് വിചാരിച്ചാൽ പോലും ഒരു തിരമാല വരുമ്പോൾ അത് മാഞ്ഞു പോവും. അതേ ഫുട് പ്രിൻ്റ് ഉണ്ടായടുത്ത് ചിലപ്പോൾ പിന്നത്തെ ആൾ ചവിട്ടുമ്പോൾ 2 ഫുട് പ്രിൻറ്റ്സ് വരെ വരാം, അല്ലേ? അപ്പോൾ ഉണ്ടെന്നത് വാസ്തവമാണ്. ബിക്കോസ് ദിസ് പിക്ചർ ഷോ സം ഫുട് പ്രിൻറ്റ്സ്. ഓക്കെ, ഉണ്ട്, പക്ഷേ എണ്ണിയാൽ തീരില്ല. ദെൻ ഇറ്റ് ബിക്കംസ് ആൻ ഇൻഫിനിറ്റ് സെറ്റ്. അതുപോലെ തന്നെയാണ് ടൈഡിൻ്റെ എണ്ണം. ഒരു കടൽ തീരത്ത് ഒരു ദിവസം എത്രത്തോളം തിരകൾ അടിക്കുന്നുണ്ടെന്ന് നമുക്ക് എണ്ണാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചില തിരകൾ മാത്രമേ ഈ ലിമിറ്റ് വരെ വരുള്ളൂ. ചിലർ ഉള്ളിൽ വരെ വന്നിട്ട് അവിടെ നിന്ന് ഇല്ലാതെയായി പോവും, ബാക്കിലേക്ക് തന്നെ പോവും. ചിലർ അത്രയും ഡിസ്റ്റൻസ് പോലും വരാതെ ഉള്ളിലേക്ക് പോവും. ഓക്കെ, അപ്പോൾ തിരകൾ എന്ന് പറയുന്നത് നമ്മുടെ കടലിൻ്റെ ഒരു ഫീച്ചറാണ്. അത് നമുക്ക് എണ്ണിയെടുക്കാനായിട്ട് സാധിക്കില്ല. കടൽ തീരത്ത് എത്ര എണ്ണം വരുന്നു എന്ന് പോലും നമുക്ക് എണ്ണാനായിട്ട് സാധിക്കില്ല. ഇസിൻ്റെ അപ്പോൾ ഇറ്റ്സ് ആൻ ഇൻഫിനിറ്റ് സെറ്റ്. അതുപോലെ ഫസ്റ്റ് പിക്ചറിൽ സെയിം തന്നെയാണ്. താഴെ സാൻഡ് പാർട്ടിക്കിൾസ് തന്നെയാണ് ഉള്ളത്. സോ നമ്പർ ഓഫ് സാൻഡ് പാർട്ടിക്കിൾസ് ഈസ് ആൻ ഇൻഫിനിറ്റ് സെറ്റ്. അതുപോലെ തന്നെയാണ് മുകളിലെ കാര്യം, ആകാശത്തെ കാര്യം. നമ്പർ ഓഫ് ക്ലൗഡ്സ് ഈസിൻ്റെ ഒരു ആകാശത്ത് ഉള്ള ക്ലൗഡിൻ്റെ എണ്ണം നമുക്ക് എണ്ണാനായിട്ട് പറ്റില്ല. പക്ഷെ ഇല്ല എന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. കാരണം വലിയ ക്ലൗഡ്സ് ഉണ്ട്, അതുപോലെ ചെറിയ ക്ലൗഡ്സ് ഉണ്ട്, ഫെയ്ഡായി പോവും. അവരെല്ലാം നമുക്ക് എണ്ണാൻ പറ്റില്ലല്ലോ. ഓക്കെ, സോ ഇറ്റ് ഡിനോട്ട്സ് ആൻ ഇൻഫിനിറ്റ് സെറ്റ്. അപ്പോൾ ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നല്ല അർത്ഥം, കുറേ ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, സോ ഇൻഫിനിറ്റ് സെറ്റും നൾ സെറ്റും തെറ്റരുത്. ഓക്കെ, എണ്ണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവരില്ലാതാവുന്നില്ല, എണ്ണാവുന്നതിനേക്കാളും അപ്പുറത്താണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ കുറേ സെറ്റ്സ് തന്നിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻസ് ആണിത്, പക്ഷേ ഇത് രണ്ടും സെയിം കണ്ടൻ്റ് ആണ്. ഓക്കെ, ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ ഈ സെറ്റുകളെന്ന് കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് കൊടുത്തത്. ഓക്കെ, സോ ഇതിൽ ഏതൊക്കെയാണ് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ്? ഓക്കെ, സെറ്റ് ഓഫ് ഓൾ മന്ത്സ് ഇൻ ആൻ ഇയർ. നമുക്ക് കൃത്യമായിട്ട് അറിയാം ദർ ആർ 12 മന്ത്സ് ഇൻ ആൻ ഇയർ, ഈസിൻ്റെ. അപ്പോൾ 12 എണ്ണേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതെന്തായാലും ഫൈനൈറ്റ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സെറ്റ് 1 2 3 4 എക്സെട്ര. അപ്പോൾ 1 മുതൽ അങ്ങോട്ട് പോകണം എന്നേ പറഞ്ഞിട്ടുള്ളൂ, എത്ര വരെ പോകണമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ 1000 വരെ എഴുതിയാലും 1002 വരും, 1 കോടി വരെ എഴുതിയാലും 1 കോടി അതിൻ്റെ 10 വരും, അല്ലേ? അങ്ങനെ കണ്ടിന്യൂസ് ആയി പോവും. സോ ഇറ്റ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. പക്ഷേ നെക്സ്റ്റ് വണ്ണിലും ഡോട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് പ്രത്യേകത? അതിനൊരു ലാസ്റ്റ് ലിമിറ്റ് ഓക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അപ്പർ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് എവിടെ നിന്ന് തുടങ്ങി എവിടെ ചെന്ന് അവസാനിക്കണം? 1-ൽ തുടങ്ങി 100-ൽ ചെന്ന് അവസാനിച്ചേ പറ്റൂ. മാത്രമല്ല അതൊരു നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റാണ്. അപ്പോൾ പിന്നെ എന്താണെങ്കിലും അതിൽ 100 എലമെൻറ്റ്സേ വരാൻ പോകുന്നുള്ളൂ, അല്ലേ? സോ ഇറ്റ് ഈസ് ആൻ ഫൈനൈറ്റ് സെറ്റ്. ആൻഡ് ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100. 100-നേക്കാൾ വലുതാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കത് എണ്ണിയെടുക്കാൻ പറ്റില്ല, അല്ലേ? സോ ഇറ്റ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. ആൻഡ് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലെസ് ദാൻ ആണെങ്കിലും ഗ്രേറ്റർ ദാൻ ആണെങ്കിലും ഫൈനൈറ്റ് അല്ല കേട്ടോ, ഇൻഫൈനൈറ്റ് തന്നെയാണ് വരിക. ഇവിടെ ഇൻറ്റിജർ എന്ന് പറഞ്ഞിട്ട് 100-ൽ താഴെയുള്ള ഇൻറ്റിജർ എന്നാണ് പറഞ്ഞതെങ്കിൽ അത് ഫൈനൈറ്റ് വന്നേനെ. പക്ഷേ 100-ൽ താഴെയുള്ള റിയൽ നമ്പർ എന്ന് പറഞ്ഞാലോ അത് എണ്ണിയെടുക്കാൻ പറ്റില്ല. കാരണം 1 കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും 2 എണ്ണാൻ പറ്റില്ല ഇഫ് ഇറ്റ് ഈസ് ദ കേസ് ഓഫ് റിയൽ നമ്പേഴ്സ്. കാരണം 1 കഴിഞ്ഞാൽ 1.2 ഉണ്ട്, 1.3 ഉണ്ട്, എന്നാൽ 1.10 കൂടി തീരില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ തന്നെ വരും 1.01, 1.001 അങ്ങനെ കുറേ വരും. ഓക്കെ, സോ ഇറ്റ് ഡസ് നോട്ട് ബിക്കം കൗണ്ടബിൾ. ഓക്കെ, ഇവിടെ ഇൻറ്റിജർ എന്ന് പറഞ്ഞത് കൊണ്ട് 100-ൽ താഴെ എന്നും കൂടിയും പറഞ്ഞിരുന്നെങ്കിൽ അത് ഫൈനൈറ്റ് ആയേനെ. പക്ഷേ ഇവിടെ ഇൻറ്റിജർ ആണ്, പക്ഷേ 100-നേക്കാളും മുകളിൽ എന്ന് പറഞ്ഞത് കൊണ്ട് അത് ഇൻഫൈനൈറ്റ് ആണ്. ദെൻ ദ സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99.
99 താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ മാക്സിമം 97, ഐ തിങ്ക് 97 ഇസ് എ പ്രൈം നമ്പർ. ഓക്കെ, അപ്പോൾ അവിടെ വരെയുള്ളതാണ് എന്തായാലും വരാം. തുടക്കം എവിടെ നിന്നാണ്? ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ 2 ആണ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ. അപ്പോൾ 2, 3, 5, 7 അങ്ങനെ പോകുന്ന ഒരു സെറ്റ് നമുക്ക് കിട്ടും. ദെൻ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ആൻ ഫൈനൈറ്റ് സെറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സെറ്റ് ഓഫ് ഓൾ ലൈൻസ് വിച്ച് ആർ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്ര ലൈൻസ് വരയ്ക്കാം. നമ്മളാണ് തീരുമാനിക്കുന്നത് എത്ര ലൈൻ വരയ്ക്കണം എന്നുള്ളത്, അല്ലേ? സോ ഇറ്റ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ്, അല്ലേ? ആൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഹാസ് 26 ലെറ്റേഴ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ അതൊരു ഫൈനൈറ്റ് സെറ്റാണ്. ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5. 5ൻ്റെ മൾട്ടിപ്പിൾ, ഒരു കോടി എന്ന് പറഞ്ഞാൽ അത് 5ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 10 കോടി എന്ന് പറഞ്ഞാൽ അത് 5ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റില്ല. ദെൻ ഇറ്റ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. സെറ്റ് ഓഫ് ഓൾ എനിമൽസ് ലിവിങ് ഓൺ എർത്ത്. ഓക്കെ, ആകെ ഭൂമിയിൽ എത്ര ജീവികൾ ജീവിക്കുന്നുണ്ട്, അവരുടെ എണ്ണമാണ് ചോദിക്കുന്നത്. മനുഷ്യൻ്റെ കാര്യം തന്നെ നമുക്ക് സംശയമാണ്, അല്ല? നമ്മളൊരു സ്ഥലത്തു നിന്ന് എണ്ണി തുടങ്ങുമ്പോൾ മറ്റേ സ്ഥലത്തു നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ മരിക്കും. മാത്രമല്ല കുറച്ച് കുട്ടികളാണെങ്കിലും ബർത്ത് ഉണ്ടാവും, അല്ല? ഒരു സൈഡിൽ നിന്ന് ബർത്ത് ഉണ്ടാവും, ഒരു സൈഡിൽ നിന്ന് ഡെത്ത് ഉണ്ടാവും. അത് ഹ്യൂമൻസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ അനിമൽസിലും ആ ഒരു കേസ് എക്സിസ്റ്റ് ചെയ്യും, അല്ല? ഇറ്റ്സ് എ ലോ ഓഫ് നേച്ചർ. നേച്ചറിൻ്റെ ഒരു നിയമമാണ്. അപ്പോൾ നമ്മൾക്ക് ഹ്യൂമൻസിൻ്റെ ഒരു ആവറേജ് റേറ്റ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ ഓൾ ലിവിങ് അനിമൽസ് എന്ന് പറയുമ്പോൾ മൈക്രോബ്സ് മുതൽ മൈക്രോ ഓർഗാനിസം മുതൽ ഏറ്റവും വലിയ ബ്ലൂ വെയിൽ വരെയുള്ള കേസസ് കംപ്ലീറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അവരുടെ ബർത്ത് ആൻഡ് ഡെത്ത് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സെറ്റ്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ ഇറ്റ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. പക്ഷേ അങ്ങനെ ഒരു സെറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ, കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ ലിവിങ് ബീയിങ്സ് ആണല്ലോ. അപ്പം അങ്ങനെ ഒരു സെറ്റ് എക്സിസ്റ്റ് ചെയ്യും, പക്ഷേ എത്ര എണ്ണമെന്ന് ചോദിച്ചാലാണ് നമുക്ക് പറയാനായിട്ട് പറ്റാത്തത്. സോ ഇറ്റ് ഈസ് നോട്ട് എ നൾ സെറ്റ്, ബട്ട് ദർ എക്സിസ്റ്റ് എ സെറ്റ്. സോ ഇറ്റ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, ദെൻ ദ സെറ്റ് ഓഫ് ഫുൾ സർക്കിൾസ് പാസിങ് ത്രൂ ദ പോയിന്റ് ഒറിജിൻ 0, 0. ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടെങ്കിൽ ആ 0, 0 എന്ന് പറയുന്ന ഒറിജിനിൽ കൂടെ എത്ര സർക്കിൾ വരയ്ക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം, അല്ലേ? അപ്പോൾ ഇഷ്ടമുള്ള അത്രയും സർക്കിൾസ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. സോ ഡെഫിനറ്റ്ലി ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ആൻസേഴ്സ്. ഇവിടെ IF എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ് ഉദ്ദേശിച്ചത്, അതുപോലെ F ഫൈനൈറ്റ് ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നെക്സ്റ്റ് സെയിം തന്നെ ചിലതെല്ലാം ഇതിലെ റിയൽ നമ്പേഴ്സാണ്, ഫൈനൈറ്റ് സെറ്റുകളാണ്, ചിലത് ഇൻഫൈനൈറ്റ് സെറ്റുകളാവാം. ഓക്കെ, ലിസ്റ്റ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്. എല്ലാ എലമെൻറ്റ്സിനെയും ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ? A ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ഓഡ് നാച്ചുറൽ നമ്പർ. ഓഡ് നമ്പർ എഴുതാനായിട്ട് നമുക്കറിയാം 1, 3, 5, 7, 9 നാച്ചുറൽ നമ്പറും ആയിരിക്കണം. അതുകൊണ്ട് 1, 3, 5, 7, 9 തന്നെ എഴുതിയാൽ മതി. -1, -3, -5 ആ ഒരു കാറ്റഗറി നമുക്കിവിടെ ആവശ്യമില്ല, കാരണം നാച്ചുറൽ എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഒന്നിൽ നിന്ന് മാത്രമേ തുടങ്ങുള്ളൂ. പക്ഷേ എല്ലാ ഓഡ് നമ്പേഴ്സ് നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. കോടി +1, ക്രോർ +1, 1 crore and 1 അതൊരു ഓഡ് നമ്പറാണ്. അത് എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് 1 വരും, 1 crore and 3 ഇറ്റ് ഈസ് ആൻ ഓഡ് നമ്പർ. അപ്പോൾ എല്ലാവരും നമുക്ക് എഴുതാൻ പറ്റില്ല. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഫൈനൈറ്റ് സെറ്റ്. സോ കുറച്ച് എലമെൻറ്റ്സ് എഴുതാം, ബാക്കി നമ്മൾ ഡോട്ട് ഇട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ്, അത് നമുക്ക് തൽക്കാലം സ്കിപ്പ് ചെയ്യാം. ഈ ഒരു സംഭവം കഴിഞ്ഞ വീഡിയോയിൽ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മളത് കാണിച്ചിട്ടുണ്ടായി, ബട്ട് ഞാനത് നെക്സ്റ്റ് സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ പേജ് അവസാനിപ്പിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, C ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇതും കഴിഞ്ഞ ഇതിലുണ്ടായെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എന്താണ്? എക്സ് ഒരു ഇൻറ്റിജർ ആയിരിക്കണം. അപ്പം നമ്മൾ എടുക്കുന്ന സെറ്റിലെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. സോ ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് നമ്പർ, 0 ആസ് വെൽ ആസ് പോസിറ്റീവ് നമ്പേഴ്സ്. 3 കാറ്റഗറിയിലുള്ള 0 എന്ന് പറയുന്നത് ഒരു സിംഗിൾ കാറ്റഗറിയാണ്. അതിൻ്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? ആ നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 4 അല്ലെങ്കിൽ അതിന് താഴെയുള്ള നമ്പർ ആയിരിക്കണം. ഓക്കെ, സോ -2ൻ്റെ സ്ക്വയർ എത്രയാണ് വരിക? 4 ആണ് വരിക. സോ അതുപോലെ 2ൻ്റെ സ്ക്വയർ 4 ആണ്. സോ 2 and -2 നമുക്ക് ഈ ഇതുപോലെയുള്ള സൊല്യൂഷൻസ് അറിയാം, കാരണം നമ്മൾ 10ൽ പഠിച്ചിട്ടുണ്ട്. -b + or -√b² - 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2. ആ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ സൊല്യൂഷൻസ് 2 നമുക്ക് കിട്ടാറുണ്ട്. സോ യു ഗൈസ് ആർ ഫെമിലിയർ വിത്ത് ദിസ് ടൈപ്പ് ഓഫ് ആൻസേഴ്സ് ഐ തിങ്ക്, അല്ലേ? അപ്പോൾ -2 കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ 2 വരും, കാരണം അത് സ്ക്വയർ ആയതുകൊണ്ട്. അപ്പോൾ 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1 തന്നെയാണ്. അതുകൊണ്ട് തന്നെ -1ൻ്റെ സ്ക്വയറും 1 തന്നെയാണ്. ദെൻ 0 സ്ക്വയർ 0. അപ്പോൾ
4, 1 ആൻഡ് 0 ഇവരെല്ലാവരും തന്നെ 4നേക്കാളും താഴെയോ അല്ലെങ്കിൽ ഈക്വലായി നിൽക്കുന്നവരായതുകൊണ്ട് -2 മുതൽ 2 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് എടുക്കാം. ദെൻ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ കേസ് ഓഫ് 3 സ്ക്വയർ എത്രയാണ്? 9 ആണ്. 9 എന്ന് പറഞ്ഞാൽ 4നേക്കാളും വലിയ ഒരു നമ്പറാണ്. സോ -3യുടെ സ്ക്വയറും 9 തന്നെയാണ്. അതും ഈ പറഞ്ഞ പോലെ 4നേക്കാളും വലിയ ഒരു നമ്പറാണ്. ദെൻ പിന്നെ അങ്ങോട്ടുള്ളവരെല്ലാവരും അങ്ങനെയാണ്. 4 സ്ക്വയർ ഈസ് 16, 5 സ്ക്വയർ ഈസ് 25 അങ്ങനെ പോവും. സോ അവരെ ആരും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് പറ്റില്ല. സോ ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ് ആൻഡ് ദ ആൻസേഴ്സ് ആർ ദിസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ലോയൽ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ട്രിഗണോമെട്രി ആസ് വെൽ ആസ് ബെറ്റർ പിന്നെ മാത്തമാറ്റിക്സ് ഈ 3 വാക്കുകൾ ചെയ്തതാണ്. അതുകൊണ്ട് നമുക്കറിയാമായിരിക്കും ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന്. എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ ഒരു ഇത്തിരി ഡീപ്പ് നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോ നമ്മുടെ ഗ്രൂപ്പിലെ പ്രീവിയസ് വീഡിയോ ഒന്ന് കണ്ടാൽ മതി, മനസ്സിലാവുന്നില്ല. ഈ ഒരു ബാസ്ക്കറ്റിൽ നമ്മൾ ഈ എല്ലാ ലെറ്റേഴ്സും ഇട്ടിട്ടുണ്ടെങ്കിൽ ഏത് വേണേലും നമുക്ക് എടുക്കാം അല്ലേ. അപ്പോൾ L 2 വട്ടം ഉണ്ടെന്നതുകൊണ്ട് L 2 വട്ടം എഴുതണമെന്നില്ല. നമുക്ക് ഓൾറെഡി അറിയാം ഇറ്റ് ഹാസ് നോ റിപ്പീറ്റേഷൻ ആസ് വെൽ ആസ് നോ ഓർഡർ. ഓക്കെ, അപ്പോൾ L ഒരു പ്രാവശ്യം എഴുതിയാൽ മതി, ബാക്കിയെല്ലാം ഓരോ വട്ടം അതിൽ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ആ സെറ്റ്. ദെൻ ദ നെക്സ്റ്റ് വൺ സെറ്റ് ഓഫ് ഓൾ എക്സ് ഓഫ് ഇയർ നോട്ട് ഹാവിങ് 31 ഡേയ്സ്. അപ്പോൾ എന്ത് ചെയ്യുക? കലണ്ടർ എടുക്കുക, നേരെ എണ്ണ. ഇപ്പോൾ 31 ഡേയ്സ് ഇല്ലാത്തത് ഏതൊക്കെയാണോ അവരെല്ലാവരും എഴുതുക. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ്, ഈസിൻ്റ് ഇറ്റ്? ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് set of all x such that x is a consonant. ഓക്കെ, കൺസോണൻ്റ് ആയിരിക്കണം. അങ്ങനെ പറഞ്ഞാൽ എന്താ? വവ്വലാവരുത്. അപ്പോൾ A, E, I, O, U ഇവരാരും പാടില്ല, ബാക്കിയുള്ള എല്ലാവരും ആവും. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും എഴുതാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ദാറ്റ് പ്രിസീഡ്സ് K എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല. Kനേക്കാളും മുൻപുള്ള എല്ലാ ആൽഫബറ്റ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്താ? A, E, I, O, U ഒഴിച്ച് Kനേക്കാളും മുന്നുള്ള എല്ലാവരെയും നമ്മൾ എഴുതാം. ഇനി ദ നെക്സ്റ്റ് വൺ ഈസ് -1/2നും 9/2നും ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ ആണോ? ഇൻറ്റിജർ ആണ്. ഓക്കെ, ഇൻറ്റിജേഴ്സ് എല്ലാവരും എഴുതണം. ഓക്കെ, അപ്പോൾ -1/2 എന്ന് പറഞ്ഞാൽ എന്താ വരാം? -0.5. അതിനെയാണല്ലോ 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. സിൻസ് മൈനസ് ദർ എക്സിസ്റ്റ് എ നെഗറ്റീവ് സൈൻ ഇൻ 1/2, ദ നെഗറ്റീവ് സൈൻ ഓൾസോ കം ഇൻ 0.5 ഓൾസോ. സോ -1/2 ഈക്വൽ ടു -0.5. അതുപോലെ 9/2 ഈക്വൽ ടു 4.5. സോ നമ്മളൊരു നമ്പർ ലൈൻ വരച്ചിട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ -1/2 അല്ലേ. അപ്പോൾ അത് -1ൻ്റെയും 0യുടെയും കൃത്യം എക്സാക്ട് മിഡിലായിട്ടാണ് അത് വരാം. ആൻഡ് സിമിലർലി 9/2 മീൻസ് 4.5. സോ ഇറ്റ് കംസ് എക്സാക്ട് മിഡിൽ ഓഫ് അറ്റ് ദ സെൻറ്റർ ഓഫ് 4 and 5 ഇൻ നമ്പർ ലൈൻ. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയിൽ എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ആരെ മാത്രം എഴുതിയാൽ മതി? ഇൻറ്റിജേഴ്സിനെ മാത്രം എഴുതിയാൽ മതി. മറ്റേ സെറ്റ് ആണെങ്കിൽ എഴുതിയാൽ തീരാനും പോണില്ല അല്ലേ. കാരണം 0.5 കഴിഞ്ഞാൽ 0.6, 0.7, 0.8, 0.9 അങ്ങനെ പോവും. അപ്പോൾ പിന്നെ 1നാണെങ്കിലും 1.1, 1.2 അത്രയും ഉണ്ടാവും. പക്ഷെ അതോടുകൂടി തീരില്ലല്ലോ. എന്താണോ പിന്നെ 4.01, 4.02 ആ ഒരു കാറ്റഗറി വരും. ദെൻ 3.001, 002 അങ്ങനെയുള്ള കാറ്റഗറി വരും. അപ്പോൾ ഇൻഫിനിറ്റ് ആണ്. റിയൽ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. പക്ഷേ ഇവിടെ നമ്മളോട് ഇൻറ്റിജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നോർമൽ നമ്പേഴ്സ്. ഓക്കെ, 0, 1, 2, 3 and 4 ബിക്കംസ് ദ സെറ്റ്. അതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോണതാണ് ഈക്വൽ സെറ്റ്. ഓക്കെ, ഇതിലാണെങ്കിലും ഫസ്റ്റ് തന്നെ ഈ മിഡിൽ പിക്ചർ ആയിരിക്കും കുറച്ചുകൂടി നല്ലത് മനസ്സിലാക്കാനായിട്ട്. ഐ തിങ്ക് സോ. ഓക്കെ, അപ്പോൾ 1ൻ്റെ കോയിൻ ഇവിടെ വെച്ചിരിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യൻ 1 rupee കോയിൻസ് ആണ്. എ സ്റ്റാക്ക് ഓഫ് 1 rupee കോയിൻസ്. ഓക്കെ, അവരെല്ലാവരും തന്നെ ഐഡൻറ്റിക്കൽ കോയിൻസ് ആണ്. ഒരു മാറ്റം പോലും ഇല്ലാത്ത കോയിൻസ്. ഈവൺ ഇപ്പോൾ നമുക്ക് 1 rupee കോയിൻസ് പല സൈസിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു സ്റ്റാക്കിൽ എന്താണെങ്കിലും ഇത് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ടൈപ്പ് കോയിൻസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. സോ അവരെല്ലാവരും തന്നെ ഈക്വൽ കോയിൻസ് ആണ്. ഓക്കെ, അവർക്ക് തമ്മിൽ ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റില്ല. സോ എല്ലാ ഫീച്ചേഴ്സും ഒരേപോലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഈക്വൽ കോയിൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പം സൈസിൽ മാറ്റമുണ്ട്, ബാക്കി എല്ലാം സെയിം ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? സിമിലർ എന്നാണ് പറയുക. സിമിലർ ട്രയാങ്കിൾസ് ഒക്കെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടെ ഈക്വൽ ആണ്. ഈക്വൽ ട്രയാങ്കിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം SAS പ്രോപ്പർട്ടി, SSS പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഈക്വൽ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ പഠിച്ച ഈക്വൽസ് നമ്മൾ ട്രയാങ്കിളിലാണ് ഈക്വൽസും സിമിലേഴ്സും പഠിച്ചത്. ഇവിടെ നമുക്ക് സിമിലർ ഇല്ല, ഈക്വൽ മാത്രമേ ഉള്ളൂ. ഇൻ ദ കേസ് ഓഫ് സെറ്റ് വി ആർ സ്റ്റഡിയിങ് നൗ. ഓക്കെ, സെറ്റിൻ്റെ കേസിലുള്ള ഈക്വൽ. അപ്പോൾ നെക്സ്റ്റ് പിക്ചറിൽ നമുക്കൊരു ഗ്ലോബാണ്. അതിൽ 1, 2,
3 4 5 ഗോൾഡ് ഫിഷിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ആ ഗോൾഡ് ഫിഷിൻ്റെ വേറൊരു പിക്ചറും കൂടി എടുത്തെന്ന് വിചാരിക്കും. അപ്പോൾ എന്താണ്, അത് രണ്ടും ചിലപ്പോൾ ഇതാണ് സെറ്റിലെ ഒരു പ്രശ്നം. ഓക്കെ, ചിലപ്പോൾ ആ മീനുകൾ അവിടെ നിന്ന് നീങ്ങിയിട്ടുണ്ടാവാം അല്ലേ. അപ്പോൾ അവരുടെ ഇത് മാറും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊസിഷൻസ് മാറും, ബട്ട് സ്റ്റിൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ആൻ ഈക്വൽ. ബട്ട് ഇൻ ദ കേസ് ഓഫ് മാത്തമാറ്റിക്സ് നമുക്ക് പറയാനായിട്ട് പറ്റും അത് രണ്ടും ഈക്വൽ ഫോട്ടോസാണ് ഓഫ് എ ഗ്ലോബ്. ഓക്കെ, സെയിം ഗ്ലോബിൻ്റെ തന്നെ 2 ഫോട്ടോസാണ്. ഓക്കെ, അപ്പോൾ ബോത്ത് റെപ്രസെൻറ്റ്സ് ദ സെയിം ഗ്ലോബ്. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ മാത്സിൽ കളറിന് വലിയ പ്രാധാന്യമില്ല. ഓക്കെ, കളറ് മാറിയതുകൊണ്ട് 2 സാധനങ്ങൾ ഈക്വൽ അല്ല എന്ന് നമ്മൾ പറയില്ല. മാത്സിലാണത്. ഓക്കെ, ആക്ച്വലി കളറ് മാറുകയാണെങ്കിൽ വ്യത്യാസമുണ്ട്, പക്ഷേ മാത്സിൽ നമുക്ക് കളറിന് അത്ര ഇമ്പോർട്ടൻസ് വരുന്നില്ല. നമ്മൾ കളർ തിയറീസ് ഒന്നും തന്നെ മാത്സിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ വി ഡസ് നോട്ട് ഹാവ് മച്ച് ഇമ്പോർട്ടൻസ് ഫോർ കളേഴ്സ്. കാരണം നമ്മൾ കൂടുതലും മെഷേഴ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അളവുകൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് 3 ഫാസിനോടെ പിക്ചേഴ്സ് കാണാം. ഓക്കെ, സ്കൂട്ടി, ഫാസിനോ സ്കൂട്ടിയാണ്. ഒരെണ്ണം റെഡ് ആണ്, ഒരെണ്ണം യെല്ലോ ആണ്, ഒരെണ്ണം നീലയാണെങ്കിൽ പോലും ഇൻ ദ സെൻസ് ഓഫ് മാത്തമാറ്റിക്സ് ഓർ ഇൻ ദ സെൻസ് ഓഫ് സെറ്റ് തിയറി ദിസ് ഈസ് ആൻ ഈക്വൽ സെറ്റ്. ഓക്കെ, ഈ 3 നമ്മൾ സെപ്പറേറ്റ് സെറ്റ്സുകളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് 3 തന്നെ ഈക്വൽ സെറ്റുകളാണ്. ഓക്കെ, 3 ഈക്വലാണ്. കാരണം കളർ ഒഴിച്ച് ബാക്കി എല്ലാം സെയിം ആണ് കേട്ടോ. മോഡൽ എല്ലാ കാര്യങ്ങളും എക്സാക്ട് സെയിം ആയിരിക്കണം. ഓൺലി ഇഫ് ദ കളർ ഈസ് ഡിഫറെൻറ്റ് വി കൺസിഡർ ഇറ്റ് ആസ് ഈക്വൽ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇത് നമ്മൾക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ളൊരു പിക്ചറാവും. കാരണം നമ്മളിപ്പോൾ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കടയിൽ പോകുമ്പോൾ ഇതുപോലെയുള്ള പിക്ചേഴ്സ് കാണും അല്ലേ. ഇവിടെ ഇരിക്കുന്ന ഓറഞ്ച് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും ഈക്വൽ ബുക്സ് ആണ്. ഓക്കെ, അവർ 3 പേരും കളർ മാത്രമേ മാറ്റുള്ളൂ, സൈസ് എല്ലാം തന്നെ ഈക്വൽ ആയതുകൊണ്ട് ഇവർ 3 ഈക്വലാണ്. മാത്രമല്ല അതിൽ ഓരോ സെറ്റും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈക്വൽ ബുക്സിനെയാണ്. ഓക്കെ, സോ ദർ എക്സിസ്റ്റ് സെറ്റ് ഓഫ് ഈക്വൽ ബുക്സ്. ഓക്കെ, 3 സെറ്റും ഈക്വൽ സെറ്റുകളാണ്. അതുപോലെ തന്നെ അവിടെ പല പെൻ ഹോൾഡേഴ്സിലായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെൻ വെച്ചിരിക്കുന്നത് കാണാം. ഒരു പെൻ ഹോൾഡറിൽ തന്നെ ഒരു 20 to 30 പെൻസ് ഉണ്ടാവും അല്ലേ. ആ 30 പെൻസും ഈക്വൽ പെൻസാണ്. സോ ഓരോ പെന്നും ഓരോ സെറ്റാണെങ്കിൽ ആ 30 പെൻസിൻ്റെ സെറ്റും എന്താണ്, ഈക്വൽ സെറ്റുകളാണ്. സിമിലർലി അവിടെ കുറേ പെന്നുകൾ അങ്ങനെ ഇരിക്കുന്നുണ്ട്, അവരെല്ലാവരും തന്നെ ഈക്വലാണ്. ഇതാണ് ഡെയിലി ലൈഫിൽ ലോജിക്കലി നമുക്ക് ഈക്വൽ എന്നൊരു വാക്കിനെ, സെറ്റിൻ്റെ കേസ് അവിടെ നിൽക്കട്ടെ, ഈക്വൽ എന്ന വാക്കിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് തന്നെയാണ് ഇനി ആക്ച്വലി മാത്സിലും വരാൻ പോകുന്നത്. ഇനി നമുക്ക് മാത്തമാറ്റിക്കൽ അപ്രോച്ചിലേക്ക് പോവാം. ഓക്കെ, ഫ്രം മാത്തമാറ്റിക്കൽ വ്യൂ ഇതേപോലെയുള്ള എലമെൻറ്റ്സ് നമ്പേഴ്സൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് മീനിങ് ആണോ ഈക്വൽ സെറ്റിന് കൊടുത്തത് അത് തന്നെയാണ് നമ്മൾ ഇവിടെയും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, വേറെ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം റിയൽ ലൈഫിൽ ഉള്ള കുറച്ച് ലോജിക്കൽ തിങ്സ് പറഞ്ഞിട്ട് മാത്തമാറ്റിക്സിലേക്ക് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കൂ, അവിടെ എ എന്ന് പറഞ്ഞ ഒരു സെറ്റും ബി എന്ന് പറഞ്ഞ ഒരു സെറ്റ് എഴുതിയിട്ടുണ്ട്. എ ഈക്വൽ ടു ബി ആണോ അല്ലേ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ എന്താ, സെറ്റ് എ ബി സി ഡി, നെക്സ്റ്റ് വണ്ണും എ ബി സി ഡി തന്നെയാണ്, പക്ഷെ ഓർഡർ ഇല്ല എന്നേ ഉള്ളൂ, സെയിം ഓർഡറിലല്ല എന്നേ ഉള്ളൂ. നമുക്കറിയാലോ എ സെറ്റ് ഹാസ് നോ ഓർഡർ ആസ് വെൽ ആസ് നോ റിപ്പീറ്റേഷൻ. സോ ഡെഫിനറ്റ്ലി 1 ഈസ് ആൻ ഈക്വൽ സെറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ 4 8 12 16, പക്ഷേ ബിയിൽ 12 കാണാനില്ല. ഓക്കെ, മാത്രമല്ല ബിയിൽ 18 ഉണ്ട്, അത് നമ്മുടെ എയിലില്ല. അപ്പോൾ അവർ രണ്ടുപേരും സിമിലർ അല്ല, സോറി ഈക്വൽ അല്ല. സോ എ നോട്ട് ഈക്വൽ ടു ബി. ഓർഡർ പ്രശ്നമില്ല, പക്ഷെ എന്താണ്, എലമെൻറ്റ്സ് എല്ലാം സെയിം ആയിരിക്കണം. ഓക്കെ, ഓർഡർ നമുക്കൊരു വിഷയമില്ല. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിലും ഈ 3 സ്കൂട്ടി നമ്മൾ മാറ്റി വെച്ചു എന്ന് വിചാരിക്കും. റെഡ് മാറ്റി യെല്ലോ, അതുപോലെ യെല്ലോയ്ക്ക് പകരം ബ്ലൂ, അങ്ങനെ നമ്മളൊന്ന് റീ ഓർഡർ ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞാൽ അവർ ഈക്വൽ അല്ലാതെ ആവുന്നില്ല. ഓക്കെ, സോ ദർ എക്സിസ്റ്റ് നോ ഓർഡർ. ഓക്കെ, ആൻഡ് ഇൻ ദ തേർഡ് ക്വസ്റ്റ്യൻ എ ഈക്വൽ ടു സെറ്റ് 2 4 6 8 ആണ്. അപ്പോൾ അത് റോസ്റ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ബി നോക്കൂ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാൻ എക്സ് ഈസ് എ പോസിറ്റീവ് ഇവൺ ഇൻറ്റിജർ ആൻഡ് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഓക്കെ, അത് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് ഒരു പോസിറ്റീവ് ഇവൺ ഇൻറ്റിജർ ആയിരിക്കണം, അത് നമുക്കറിയാം. മാത്രമല്ല 10ലും താഴെ അല്ലേ, പക്ഷെ 10ഉം ആവാം അല്ലേ, അങ്ങനെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് നമ്പേഴ്സ് പറ്റില്ല. അപ്പോൾ ഇവിടെ in the third one A represents the roster form and B represents the set builder form of same set. So A equal to B. And moving on to the fourth question, A equal to set of all x such that x is a multiple of 10. അപ്പോൾ 10ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ ഏതാണ് വരാം, 10 20 30 40 ആൻഡ് സോ ഓൺ. പക്ഷെ ബി നോക്കൂ, ബി എന്ന് പറയുന്നത് എന്തായാലും ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 10. കാരണം 10 കഴിഞ്ഞ് 20 അല്ല 15 വരുന്നുണ്ട്. 15 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. സോ
A represents multiple of 10 but B represents multiple of 5, so they are not equal. Okay, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, ഇതിലൊരു 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മൂന്നും സെയിം തന്നെയാണ്. എ ഈക്വൽ ടു ബി ആണോ അല്ലെങ്കിൽ എന്തുകൊണ്ട്, അതാണ് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ടാണ് മൂന്നും കൂടി ഒരു സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഇവിടെ ഇടയിൽ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, ആൻസേഴ്സ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഈസ് സെറ്റ് എ ഈക്വൽ ടു 2 3. ഓക്കെ, 2 3 ആണ് നമ്മുടെ സെറ്റ്. ഇനി ബി എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഓക്കെ, ആ സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് എ മിനിറ്റ്, അതിപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അത് നമ്മുടെ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2, അത് വെച്ച് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് അറിയാം അത്. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആൻസേഴ്സ് 2 3 ആണ് വരാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ എ ഈക്വൽ ടു ഫോളോ എന്നതിലെയും അതുപോലെ ബി ഈക്വൽ ടു വോൾഫിലെയും ലെറ്റേഴ്സ് നമുക്കറിയാം നോ ഓർഡർ ആസ് വെൽ ആസ് നോ റിപ്പീറ്റേഷൻ. അപ്പോൾ നമ്മൾ ഓരോ ലെറ്റേഴ്സ് 1 by 1 ആയിട്ട് എടുത്ത് എഴുതുമ്പോൾ അവിടെ എ ഈക്വൽ ടു ബി എന്ന് തന്നെയാണ് ഉത്തരം വരാം. ഇനി നെക്സ്റ്റ് കുറച്ച് സെറ്റുകൾ തന്നിട്ടുണ്ട്, അതിൽ ഈക്വൽ സെറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം, എ വരുന്നത് എന്താ? 2 4 8 12 ആണ് വരുന്നത്. അപ്പോൾ ഇതിലെല്ലാം അവിടെയും സെർച്ച് ചെയ്യുക, എവിടെയെങ്കിലും വേറെ 2 4 8 12 ഓർഡർ വേണ്ട, പക്ഷെ അങ്ങനെ ഒരു സെറ്റ് ഉണ്ടോയെന്ന്. പക്ഷെ ഇവിടെ എവിടെയും ഇല്ല. ഇതാണ് കുറേ കൂടി സിമിലർ ആയിട്ടുള്ളത്, പക്ഷെ അതിൽ 14 ഒക്കെ വരുന്നുണ്ട്, നമുക്കതൊന്നും ഇല്ല എയിൽ, അപ്പോൾ അത് പറ്റില്ല. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ബി ഈക്വൽ ടു സെറ്റ് 1 2 3 4. ഇനി അതിന് പറ്റുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ ഡി ഉണ്ട്, 1 2 3 4 തന്നെയാണ്, പക്ഷേ ഷഫിൾഡ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്, അത്രയേ ഉള്ളൂ മാറ്റം. സോ ഡെഫിനറ്റ്ലി ബി ആൻഡ് ഡി ആർ ഈക്വൽ സിൻസ് a set has no order as well as no repetition. Okay, and the next one 4 8 12 14 അത് നമ്മൾ നോക്കി, എ വെച്ച് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അതിന് ഓർഡർ, അതിന് ഈക്വൽ സെറ്റ് ഒന്നും ഇല്ലാന്ന്. ആൻഡ് കം ദ നെക്സ്റ്റ് വൺ ഈസ് മൈനസ് 1 and 1. ഓക്കെ, അപ്പോൾ ജി നോക്കൂ, 1 and -1 എന്ന് നമുക്ക് അവിടെ കാണാം. സോ ഇ ഈക്വൽ ടു ജി. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സെറ്റ് 0 a ഇതിലില്ല, 0 1 ഉണ്ട്, പക്ഷെ നമുക്കതിന് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്താണ്? എഫ് ആൻഡ് എച്ച് ആർ നോട്ട് ഈക്വൽ. അപ്പോൾ ഇതിൽ ഈക്വൽ സെറ്റ്സ് ആകെ 2 പെയേഴ്സേ വരുന്നുള്ളൂ, ബി ഈക്വൽ ടു ഡി ആസ് വെൽ ആസ് സി ഈക്വൽ ടു ജി. സോ ഇവിടെ എ ഈക്വൽ ടു സെറ്റ് 2 3 ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 നമ്മൾ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഓക്കെ, സോ നമുക്കറിയാം ഒരു ഇക്വേഷൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും എയുടെ നേരെ ഒന്നുമില്ല, അപ്പോൾ അതിൻ്റെ അർത്ഥം 1നെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 1 എക്സ് സ്ക്വയർ. സോ എ ഈക്വൽ ടു 1. ദെൻ ബിൻ്റെ നേരെ 5 ആണ് കിടക്കുന്നത്, സോ ബി ഈക്വൽ ടു 5 ആൻഡ് സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്, സി ഈക്വൽ ടു 6. ഇനി നമ്മുടെ ഇക്വേഷൻ, ഇതിന് വേറെ മെത്തേഡ് ഉണ്ട് കേട്ടോ. ICSE പഠിച്ച കുട്ടികൾക്ക്, ഈവൺ CBSE പഠിച്ചവർക്കാണെങ്കിലും അവർക്ക് എക്സ്പാൻഷൻസ് ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞ പാഠങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് അവിടെ മെത്തേഡ് ഓഫ് മറ്റേ സബ്സ്ട്രാക്ഷൻ ഗ്രൂപ്പിംഗ് മെത്തേഡ്, അതുപോലെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം, ആ മെത്തേഡൊക്കെ ഉപയോഗിക്കാം. പക്ഷെ എല്ലാവർക്കും കോമൺലി അറിയാവുന്നത് ഇതായതുകൊണ്ട് സ്റ്റേറ്റ് സിലബസിൽ അതൊന്നും വരുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ മെത്തേഡ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a, ഡയറക്റ്റ് വാല്യൂസ് ഇട്ട് കൊടുക്കുക. സോൾവ് ചെയ്യുമ്പോൾ -2 and -3 എന്നാണ് നമ്മുടെ സെറ്റ് വരുന്നത്. ഓക്കെ, പക്ഷെ ആ 2 വാല്യൂസും അല്ല നമ്മുടെ ഇവിടെ ഉള്ളത്, ഇവിടെ 2 and 3 ആണ് ഉള്ളത്. ഓക്കെ, സോ എ ആൻഡ് ബി ആർ നോട്ട് ഈക്വൽ. ഓക്കെ, അത് ഈക്വൽ അല്ല കേട്ടോ. ഓക്കെ, so thank you for watching Green Pod. See you again.